ചർച്ചകളുടെ തുടക്കമുണ്ടാകുന്നത്. അദ്ദേഹം തീർത്തും വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു അഭിപ്രായമാണ്. ഇത്തരത്തിൽ സർക്കാർ നടപ്പിലാക്കിയ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് തനിക്ക് വിയോജിപ്പുണ്ട്. സ്കൂളുകളിലേക്ക് തൻ്റെ മക്കളെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയക്കില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താനും ഈ ഒരു പരിപാടിയിലേക്ക് പോകില്ലെന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ഒരു കുറിപ്പ് സംഘടനയുടെ നിലപാടായി വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. തൊട്ടു പിന്നാലെ സമസ്തയുടെ പോഷക സംഘടനയിൽപ്പെട്ട നേതാക്കൾ, സമസ്തയുടെ അബ്ദുസമദ് പൂക്കോട്ടൂരും അതുപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായി പോലെയുള്ള നേതാക്കൾ അഭിപ്രായം പറയുന്നു. സമാനമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് അവരും ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘടന കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള മുസ്ലിം സംഘടന എന്ന് പറയുന്നത് EK സമസ്ത വിഭാഗമാണ്. നമുക്കറിയാം AP വിഭാഗമുണ്ട് ഒരു ഭാഗത്ത്, KNM പോലെയുള്ള അതിൽ താഴെ വരുന്ന മുസ്ലിം സംഘടനകളുണ്ട്. ഈ പറയപ്പെടുന്ന സംഘടനയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ചില വ്യക്തികൾ, സംഘടനയിൽപ്പെട്ട ചില നേതാക്കൾ പറഞ്ഞ അഭിപ്രായമാണ് ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വിമർശനം, മുസ്ലിം സമുദായത്തിൽ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തിരുന്ന മതയാഥാസ്ഥികർ ഒരു കാലത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സമുദായത്തെ സംബന്ധിച്ച് മിടുക്കരായിട്ടുള്ള കുട്ടികൾ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വരുന്നുണ്ട്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിനെ എതിർത്തിരുന്നു മതയാഥാസ്ഥികർ ഒരു കാലത്തെ. അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് മലബാറിൽ നിന്ന് ഏറ്റവും അധികം A+ ലഭിക്കുന്ന മികച്ച വിജയം നേടിവരുന്ന കൂട്ടത്തിൽ പെൺകുട്ടികളെയൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഈ പറയപ്പെടുന്ന സംഘടനകൾ തന്നെ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിൽ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന നേതാക്കൾ പുതിയ രീതികളെ എതിർക്കുന്നതിന് വിമർശനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് ഒന്നും തന്നെയല്ല ഈ ഒരു വിഷയത്തിൽ മുസ്ലിം സമുദായം സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം ഈ പറയപ്പെടുന്ന കലാലയങ്ങളിലോ സ്കൂളുകളിലോ കുട്ടികൾക്കോ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഒന്നും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആശങ്കയില്ല. അപ്പോൾ ആരുടെ അഭിപ്രായമാണ് ഇവർ രേഖപ്പെടുത്തുന്നതൊരു ചോദ്യമാണ് ഒരു ഭാഗത്തെ വലിയ വിമർശനമായിട്ട് ഉയരുന്നത്. എന്തായാലും ഈ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ തന്നെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. TK അഷ്റഫ് ആണെങ്കിലും അബ്ദുസമദ് പൂക്കോട്ടൂരാണെങ്കിലും നാസർ ഫൈസി കൂടത്തായി ആണെങ്കിലൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു മുതിർന്ന മതപണ്ഡിതൻ എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ സമസ്ത EK വിഭാഗത്തിന്റെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വിയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ ഒരു ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു പിന്നെ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. മതമൂല്യങ്ങളെ അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ലീഗ് ഫ്രാക്ഷനുള്ള ഒരു നേതാവ് കൂടിയാണ്, സമസ്തയിൽ അത്തരമൊരു പേരുള്ളൊരു നേതാവ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ പല ഘട്ടങ്ങളായി സ്വീകരിച്ചു പോരുന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു വിമർശനം ഈ ഒരു വിഷയത്തിൽ തുടർന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ് നമ്മൾ കാണേണ്ടത്. വളരെ പക്വതയോടുകൂടിയുള്ള നിലപാടാണ് ലീഗ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അവർ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം മലപ്പുറത്ത് ചേർന്നിരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ ഒരു വിഷയം പഠിച്ചു വരികയാണ്. മത നേതാക്കൾ അവരുടെ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഒരു വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വവും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അധിക ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ലീഗിന്റെ വിഷയത്തിലെ നിലപാട്. അരുൺകുമാർ.